ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സംഖ്യാപുസ്തകം 14 അധ്യായത്തിൻ്റെ 7 വാക്യം മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. സംഖ്യാപുസ്തകം 14 അധ്യായം 7 വാക്യം മുതൽ. ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്ക മാത്രമരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പൊയ്പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. സ്തോത്രം. അവരെ ഭയപ്പെടരുത്. എന്തുകൊണ്ട്? നമ്മോടുകൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. കനാനിലേക്ക് ഇസ്രായേൽ മക്കൾ ചെന്ന് ചേരുകയാണ്. അവർ അങ്ങ് ദൂരെ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരാണ്, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവരാണ്. നീലനദിക്കപ്പുറത്ത് നിന്ന് അവർ പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് അവർ യാത്ര ചെയ്ത് സീനായി മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ച് 40 വർഷത്തെ ആ പ്രവാസത്തിന് ശേഷം അവർ കനാനിൽ എത്തിയിരിക്കുകയാണ്. കനാൻ നാട്ടിലേക്ക് അവർ എത്തിക്കുമ്പോൾ, അതിനുവേണ്ടി അവർ ഒരുക്കുമ്പോൾ മോശ പറഞ്ഞിരുന്നു, നിങ്ങൾ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന്. ജനത്തിന് തീർച്ചയായും അതൊരു സന്തോഷകരമായ വാർത്തയായിരുന്നു. പാലും തേനും ഒഴുകുന്ന ദേശം, സമൃദ്ധിയുള്ള ദേശം, സന്തോഷമുള്ള ദേശം, വറുതിയില്ല, ആഹാരത്തിന് പഞ്ഞമില്ല, അടിമപ്പണി ചെയ്ത് കഷ്ടപ്പെടേണ്ട. അവിടെ മിസ്രൈമിലെ ഫറോ രാജാവിൻ്റെ ഊഴിയവിചാരകന്മാരുടെ കീഴിൽ യാതന അനുഭവിക്കേണ്ട സമാധാനമുള്ളൊരു ജീവിതം. അവർ സന്തോഷിച്ചു. പക്ഷേ അവർ ചെങ്കടൽ കടന്ന് കയറിയത് മരുഭൂമിയിലാണ്. മരുഭൂമിയോ ചുട്ടുപഴുത്ത മണലാരണ്യം. വളരെ ദുഷ്കരമായിരുന്നു ആ യാത്ര. എന്തുമാത്രം പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നത്. ഞങ്ങളെ പാലും തേനും ദേശത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഇതാണോ ഞങ്ങൾ കിട്ടിയത്? പാലും തേനൊഴുകുന്ന ദേശം, സമൃദ്ധിയുള്ള ദേശം, സന്തോഷമുള്ള ദേശം, ഇതൊക്കെ പറഞ്ഞാണ് മോശ ഞങ്ങളെ പുറപ്പെടുവിച്ചത്. ഇപ്പോൾ എന്തായി? ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന യാതൊരു നിസ്സാരമാണോ? ഇവിടെ നല്ല ആഹാരമില്ല. അവിടെ മിസ്രൈമിലാണെങ്കിൽ മത്തങ്ങ, ഉള്ളി മുതലായ സാധനങ്ങളുണ്ടായിരുന്നു, അതും ഇവിടെ ഇല്ല. അവിടെയാണെങ്കിൽ കഷ്ടപ്പെട്ട് പണിതാലും ആഹാരത്തിനൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ ആഹാരം പോലും ഇല്ല. നല്ല ആഹാരമൊന്നുമില്ല. എന്നും ആകെ തിന്നാൻ എന്നും ഒരു ചെറിയ കൊത്തമ്പാലരി പോലെ ഉള്ളതായ ഒരു വസ്തു, അത് മന്ന എന്ന് പറയുന്നൊരു വസ്തു, ചെറിയ അപ്പം, അതേ ഉള്ളൂ. എന്നും ഇതേ ഒരു ആഹാരം തന്നെ. അവിടെ പുറപ്പെടുവിച്ചപ്പോൾ ഇതൊന്നല്ല ചിന്തിച്ചത്. പാലും തേനും ഒഴുകുന്നല്ലേ പറഞ്ഞത്, ഇതൊന്നുമല്ല ചിന്തിച്ചത്. ഇപ്പോൾ വന്നപ്പോഴെന്താണ്? വലിയ വാഗ്ദാനങ്ങളൊക്കെ തന്നു, ഞങ്ങളെ കൊണ്ടുവന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് ആകെ എന്നും ഈ ഒരപ്പം മാത്രം. എന്നും ഒരേ ഭക്ഷണം തന്നെ, ഒരേ ഭക്ഷണം, ഒരേ രീതിയിലുള്ളതായ ജീവിത രീതി. അവർ മടുത്തു. അവർ മടുത്തപ്പോൾ അവർ മത്സരിച്ചപ്പോൾ എന്തു പറ്റി? മത്സരിക്കും തോറും ദൈവത്തിൻ്റെ കൃപ അവരിൽ നിന്ന് മാറി, ദൈവത്തിൻ്റെ സംരക്ഷണം അവരിൽ നിന്ന് മാറി. മത്സരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വഴികളോടും ദൈവത്തിൻ്റെ വചനത്തോടും മത്സരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദാസനായ മോശയോടും ദൈവത്തിൻ്റെ ദാസനായ അഹരോനോടും മത്സരിക്കുമ്പോൾ, അപ്പോൾ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും മാറുകയാണ്. ദൈവ സാന്നിധ്യം മാറുന്നു. ദൈവം അവരിൽ നിന്ന് വിട്ടുപോകാൻ മാറുന്നു. അവരിൽ നിന്ന് ദൈവം മാറുന്തോറും അവരുടെ യാത്ര ദീർഘമായി പോകുന്നു. അവർ യാത്ര ചെയ്ത് ക്ലേശിക്കേണ്ടി വരുന്നു. 11 ദിവസം കൊണ്ട് യാത്ര ചെയ്ത് അവർക്ക് പലസ്തീനിലെത്താം, കനാനിലെത്താം. മിസ്രൈമിൽ നിന്ന് കനാനിലെത്താൻ 11 ദിവസത്തെ യാത്ര മതി. എന്നാൽ 40 വർഷം അവർ യാത്ര ചെയ്യേണ്ടി വന്നു. അവരുടെ യാത്ര ദുഷ്കരമായി തീർന്നു. അവരുടെ മത്സരം കൊണ്ടാണ് അത് സംഭവിച്ചത്, പാപം കൊണ്ടാണ് സംഭവിച്ചത്. എന്നാൽ ഇപ്പോൾ ഭാഗ്യവശാൽ അവർ കനാനിലെത്തിയപ്പോൾ അപ്പോൾ വേറെ പ്രശ്നം. അവിടെ കുറേ ദുഷ്ടജാതികളുണ്ട്. കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ, അമാലേക്യർ, അമ്മോന്യർ, മോവാബ്യർ. എന്തുമാത്രം കൂട്ടർ! ഇവരെല്ലാം എതിരാളികളാണ്. ആ നാട്ടുകാരെല്ലാം എതിരാളികൾ. അമ്മോന്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിങ്ങനെ അനേകം ജാതികൾ. കുറേയെല്ലാം നശിച്ചു പോയിരുന്നു. പക്ഷെ പിന്നെയും ഉണ്ട് അവരുടെ ബാക്കി കുറേ ശത്രുക്കൾ. എന്ത് ചെയ്യും? ഇവിടെ എങ്ങനെ ജീവിക്കും?
യോശുവയും കാലേബുമാണ് ഇപ്പോൾ ജനത്തെ നടത്തുന്നത്. മോശയ്ക്ക് ശേഷം യോശുവയെയാണ് ദൈവം ജനത്തെ നടത്താൻ ഫലമേൽപ്പിച്ചത്. യോശുവ ജനത്തെ നയിച്ചു പോവുകയായിരുന്നു. കഥ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതട്ടെ. സംഭവിച്ചത് എന്താണ്? ഇവർ മരുഭൂമിയിൽ കൂടി നടന്ന് അപ്പുറം കടന്ന് ചില ജയങ്ങളിടയ്ക്ക് കിട്ടുന്നുണ്ട്, എങ്കിലും അവരാകെ മടുത്തു പിന്നെയും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ കനാനിലെ സൗഭാഗ്യങ്ങൾ, കനാനിലുള്ളതായ വസ്തുവകൾ എങ്ങനെയുണ്ട് എന്നറിയാൻ അങ്ങ് യോർദാൻ്റെ ഇക്കരെ വെച്ച് തന്നെ ഈ ഒരു കൂട്ടം ആളുകളെ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ വീതം തിരഞ്ഞെടുത്ത് അങ്ങ് കനാനിൻ്റെ സൗഭാഗ്യങ്ങൾ എന്തെല്ലാമെന്ന് അറിയാനായിട്ട് പറഞ്ഞു വിട്ടു. അവിടെ ചെന്നു. അവർ വന്നപ്പോൾ സംഖ്യാപുസ്തകം 14 അധ്യായം വായിക്കുമ്പോൾ കാണാം, അവർ വന്നപ്പോൾ അവർ ആ 12 പേരിൽ യോശുവയും കാലേബും മാത്രം പറഞ്ഞു, അത് നല്ല ദേശമാണ്, ധാരാളം വിളവെടുപ്പുള്ള ദേശമാണ്, നല്ല മുന്തിരിങ്ങയുള്ള ദേശമാണ്, ധാരാളം അത്തിപ്പഴമുള്ള ദേശമാണ്, സമൃദ്ധിയുള്ള ദേശമാണ്. അയ്യോ, അവിടെ മുന്തിരിങ്ങ തണ്ടിമേ ചുമന്നാണ് കൊണ്ട് നടക്കുന്നത്, നമ്മൾ വിചാരിക്കുന്ന പോലല്ല, വളരെ നല്ല ദേശമാണ്. അപ്പോൾ ബാക്കി 10 പേര് പറഞ്ഞു, യോശുവയും കാലേബും ഒഴികെ ബാക്കി 10 പേര് പറഞ്ഞു, കാര്യം ശരിയാ, നല്ല ദേശമൊക്കെയാണ്, പക്ഷേ നമ്മളെ കൊണ്ട് സാധിക്കില്ല, നമ്മൾ ആരും അത് കിട്ടാൻ പോകുന്നില്ല. അതെന്താ കാരണം? അവിടെ ഉള്ളവർ മല്ലന്മാരാണ്. അവിടെ അനാക്കിയ മല്ലന്മാരെ ഞങ്ങൾ കണ്ടു. അവരുടെ ഇടയിൽ നിന്ന് ഇത് സമ്പാദിക്കാൻ സാധ്യമല്ല. അവിടെ ഭീകര ശത്രുക്കളുണ്ട്. ഭീകരന്മാരായ ശത്രുക്കളുടെ ഇടയിൽ നിന്ന് ഈ മുന്തിരിങ്ങ പറിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. അവിടെ ചെന്ന് പാർത്താൽ എല്ലാം നശിച്ചു പോകും, നമ്മെ തകർത്ത് കളയവർ അനാക്കിയ മല്ലന്മാർ. അവരെ കണ്ടപ്പോൾ ഞങ്ങൾ എത്ര ചെറുതാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. ഭീകരന്മാരാണ്. അവരുടെ ഇടയിൽ നിന്ന് ആ വസ്തുക്കളൊന്നും നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുകയില്ല, അവിടെ നമുക്ക് താമസിക്കാൻ സാധിക്കുകയില്ല, അവിടെ ചെന്നെത്താൻ സാധിക്കുകയില്ല, അവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല. ഭൂരിപക്ഷം പേരും അത് അസാധ്യമെന്ന് പറഞ്ഞു. 2 പേർ മാത്രം പറഞ്ഞു അത് സാധ്യമാണ്. എന്താണ്? നമുക്ക് വായിക്കാം. അഹരോനും മോശയും കൂടെ ജനത്തോട് പറയുകയാണ്. വായിക്കാം 6-ാം വാക്യം മുതൽ. ദേശത്തെ ഒറ്റുനോക്കിയവരിൽ നൂൻ്റെ മകൻ യോശുവയും യെഫുന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്ക മാത്രമരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പൊയ്പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. ഈ മോശയും അഹരോനും കവിണ്ട് വീണു. അഹരോനും മോശയും ഈ ജനത്തിൻ്റെ ഈ മത്സരം കേട്ടപ്പോൾ കവിണ്ട് വീണു. അവിശ്വാസം, നമ്മളെക്കൊണ്ട് സാധിക്കില്ല. ജനത്തിൽ 10 പേരും പറഞ്ഞു, നമ്മളെക്കൊണ്ട് സാധിക്കുകയില്ല, നമ്മളാരും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാര്യം പാലും തേനും വീഴുന്ന ദേശത്തേക്ക് കൊണ്ടില്ലെന്നൊക്കെ പറഞ്ഞ് ദൈവം പുറപ്പെടുവിച്ചു. നമ്മളതൊക്കെ വിശ്വസിച്ച് പുറപ്പെട്ടു. നമ്മൾ നശിക്കാൻ പോവുക. ആ മിസ്രൈമായിരുന്നു ഭേദം. അവിടെ ഈജിപ്തിലായിരുന്നെങ്കിൽ കഠിനവേല ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, കൊല്ലുകയില്ലായിരുന്നു. ഇതുകൊണ്ട് നമ്മൾ കൊല്ലും, നമുക്ക് ആർക്കും ജീവിക്കാൻ സാധിക്കില്ല. അവിടെ അനാക്കിയ മല്ലന്മാരല്ലേ, നമുക്ക് സാധിക്കുമോ? ജനത്തിൻ്റെ മനസ്സ് തളർത്തി, ജനത്തിൻ്റെ മനസ്സ് കെടുത്തി. അപ്പോൾ യോശുവയും കാലേബും പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, അവരെ പേടിക്കേണ്ട. ആ ജനത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട, മല്ലന്മാരെ ഭയപ്പെടേണ്ട. യഹോവ നമ്മളോട് ഉള്ളതുകൊണ്ട് ജയം നമുക്കുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ വരുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ആത്മീയ ജീവിതത്തിൽ എനിക്ക് പാപത്ത് ജയിക്കാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന അനേകം ആളുകളുണ്ട്. എനിക്ക് പാപത്ത് ജയിക്കാൻ സാധിക്കുകയില്ല, എന്നെപ്പോലുള്ളൊരാൾക്ക് ജയജീവിതം കിട്ടുകയില്ല, എൻ്റെ പ്രകൃതം അങ്ങനെയായിപ്പോയി, ഞാൻ എന്ത് ചെയ്യും? എന്നെപ്പോലുള്ള ഒരാൾക്ക് ഈ ചീത്ത ചിന്തകൾ മാറാൻ പോവില്ല, ഒരു കാരണവശാലും ചീത്ത ചിന്തകൾ മാറില്ല. ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനായിപ്പോയി. എന്നെപ്പോലുള്ളൊരാൾക്ക് ഒരു സ്നേഹമുള്ള കുടുംബജീവിതം പുലർത്താൻ സാധിക്കുകയില്ല, ഞാൻ അങ്ങനെയുള്ള ഒരാളായിപ്പോയി. എന്നെക്കൊണ്ട് മദ്യപാനം വിടാൻ സാധിക്കുകയില്ല, എന്ത് ചെയ്യും? കാര്യം എനിക്ക് വിടണമെന്നുണ്ട്, വേണ്ട എന്നുണ്ട്, പക്ഷേ സാധിക്കില്ല. ഞാൻ എത്ര തവണ തീരുമാനമെടുത്തു, ഇനി വേണ്ട എന്ന് തീരുമാനിച്ചു, പക്ഷേ പിന്നെ ഞാൻ വീണില്ലേ, എനിക്ക് സാധിക്കുകയില്ല. മല്ലന്മാരെതിരെ നിൽക്കുന്നു, എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് തന്നെ നിരുത്സാഹപ്പെടുത്തുകയും മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന അനേകരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ മർമ്മം പറഞ്ഞു തരാം. നിങ്ങളെ തന്നെ ഉത്സാഹിപ്പിക്കുക, മറ്റുള്ളവരെ നിങ്ങൾ ഉത്സാഹിപ്പിക്കുക. സാധിക്കും. എന്തുകൊണ്ട്? നമ്മളെക്കൊണ്ട് സാധിക്കുകയില്ല. ദൈവത്തിന് നമ്മുടെ മേൽ തൻ്റെ കൃപ പകർന്ന്, ശക്തി പകർന്ന് സാധിപ്പിക്കാൻ ദൈവത്തിൻ്റെ കൃപ നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമ്മോട് കൂടെയുണ്ട്.
സഹോദരന്മാരെ, ഈ ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾ സമ്പാദിച്ചിരിക്കണം. ആ കാര്യം ഉറപ്പായിരിക്കണം. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എന്ത് പറഞ്ഞാലെന്ത്, എന്ത് ചെയ്താലെന്ത്, ആരെല്ലാം എതിർത്താലെന്ത്, എന്തെല്ലാം വന്നാലെന്ത്, എന്ത് സംഭവിച്ചാലെന്ത്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചാലെന്ത്, എൻ്റെ ദൈവം സത്യമായി എല്ലാം കാണുന്നു. എൻ്റെ ദൈവം സത്യമായി എല്ലാം ധരിക്കുന്നു. ദൈവത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാവുകയില്ല. മനുഷ്യർ തെറ്റിദ്ധരിക്കും, മനുഷ്യർ തെറ്റായി ധരിക്കും. പക്ഷേ എൻ്റെ ദൈവം തെറ്റിദ്ധരിക്കുകയില്ല. ഉറയ്ക്കുക, ദൈവം എന്നോട് കൂടെയുണ്ട്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കത്തക്കവണ്ണം, ദൈവം നമുക്ക് അനുകൂലമായിരിക്കത്തക്കവണ്ണം നാം ദൈവത്തിൻ്റെ വകയായി ജീവിക്കണം. ഇതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ എടുക്കണം. ദൈവത്തിൻ്റെ വകയായി ജീവിക്കണം. യുവാക്കന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെയൊക്കെ പ്രായം കഴിഞ്ഞല്ലേ ഞാൻ പോകുന്നത്? നിങ്ങളുടെയൊക്കെ പ്രായം കഴിഞ്ഞ് നിങ്ങളിന്ന് വീഴുന്ന അനേകം പാവങ്ങൾ എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ പരിശീലിച്ചിട്ടില്ല, ഞാനതൊന്നും ചിന്തിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇന്ന് ചെറുപ്പക്കാർ അവർ വീഴുന്ന പല പാവങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നും അവർ വന്ന് ചെറുതെല്ലാം ഏറ്റു പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു, എന്താണാവോ ഇത് മനസ്സിലാവില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ നിന്നോട് പറയട്ടെ, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ, ഭാഗ്യവശാൽ അങ്ങനെയൊന്നും കറപറ്റാനിടയായില്ല. സാധിക്കും. ദൈവത്തിൻ്റെ ഒരു കരുണ കൊണ്ട് സാധിക്കും. ദൈവം കൂടെ ഉള്ളതുകൊണ്ട് സാധിക്കും. എനിക്കറിയാം അനേകം അവസരങ്ങൾ ഏതെല്ലാം പരീക്ഷണഘട്ടങ്ങൾ വന്നു, ഒന്നും വീഴാതെ കർത്താവ് കാത്തു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. കർത്താവിന് സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാര്? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നിൻ്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആളുകളെപ്പോലെ ഞങ്ങൾ എണ്ണുന്നെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ധൈര്യമാണത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാണാൻ പിടിക്കേണ്ട വാക്യമാണത്. ഓ എൻ്റെ കർത്താവേ, യേശുവിനുള്ളതായ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ആരെല്ലാം എതിർത്ത് വന്നാലും സാധ്യമല്ല. ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും ഞാൻ ഒറ്റപ്പെട്ടു പോയാലും സാധ്യമല്ല. യേശുവിനുള്ള സ്നേഹത്തിൽ ഞാൻ മാറുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ. ഒരവസരത്തിൽ കംബോഡിയയിൽ അവിടെ ഒരു പ്രാർത്ഥന നടക്കുകയായിരുന്നു. അവിടെ ആ പ്രാർത്ഥന നടത്തുന്ന, അവിടെ അത് നേതൃത്വം കൊടുക്കുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. പാസ്റ്റർ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു പട്ടാള ട്രക്ക് വന്നു നിന്നത്. പട്ടാള ട്രക്കിൽ നിന്ന് പട്ടാളക്കാർ അവർ ബയണറ്റുള്ള തോക്കുമായി, ഈ കത്തിമനയുള്ള തോക്കുമായി അവരെ ചാടി ഇറങ്ങി അവരെ വന്നു. അവർ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഈ ഹാളിൽ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന അവർ ഇനിയും പ്രാർത്ഥന പാടില്ല, അവർ യേശുക്രിസ്തുവിനെ സാക്ഷിക്കാൻ പാടില്ല, അവർ യേശുവിൻ്റെ വേല ചെയ്യാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ വേല ചെയ്യുമെന്ന് ഇനിയും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ആ ഉറപ്പുള്ളവർ ഇവിടെ തന്നെ ഇരിക്കുക. അവരെ കൊല്ലാൻ പോവുകയാണ്. രക്ഷപ്പെടണമെന്നുള്ളവർ വേഗം ഇറങ്ങിപ്പോയിക്കൊള്ളൂ. ഇനി ദൈവവേല ചെയ്യുകയില്ല, ഇനി യേശുവിൻ്റെ വചനം പറയുകയില്ല, ഇനി യേശുവിനെ സാക്ഷിക്കുകയില്ല എന്നുള്ളൊരു വേഗം ഇറങ്ങിപ്പോയിക്കോ. അല്ലാത്തവർ ഇവിടെ തന്നെ ഇരിക്കുക. യേശുക്രിസ്തുവിനെ വിട്ടുകളയുകയില്ല, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക തന്നെ ചെയ്യും. എന്തു വന്നാലും മരണം വന്നാലും യേശുവിനെ വിടുകയില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രം ഈ ഹോളിനകത്തിരിക്കുക. അവരെ ഈ തോക്ക് കൊണ്ട് വെടിവെച്ച് കൊല്ലാൻ പോവുകയാണ്. ബാക്കിയുള്ളവർക്കെല്ലാം ഇറങ്ങിപ്പോകാം. പാസ്റ്റർ ഇറങ്ങിപ്പോയി, നേതാവ്, ജീവൻ വേണം. കുറേ ആളുകൾ, അനുയായികൾ ഇറങ്ങിപ്പോയി. ഏതാനും പേര് മാത്രം അകത്തുണ്ട്. വാതിലെല്ലാം അടച്ചു. അവർക്ക് മനസ്സിലായി കൊല്ലും. വാതിലെല്ലാം അടച്ചു, എല്ലാം അടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് അവർ അവിടെ ഉള്ളവരോട് പറഞ്ഞു, ഇങ്ങനെ ഏതാനും പേരെ കാണാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങളെ കൊല്ലാനല്ല.
ഇങ്ങനെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ചിലരെ കണ്ട് അവരുടെ കൂടെ ഇരുന്ന് സ്തുതിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഞങ്ങൾ പട്ടാള വേഷം ധരിച്ചു എന്നേ ഉള്ളൂ. ഞങ്ങൾ വിശ്വാസികളാണ്, സത്യമായ വിശ്വാസികളാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഈ പേരിന് വിശ്വാസികളായി നടക്കുന്നവരുടെ കൂടെ ഞങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട. വ്യക്തമായ ഉറപ്പുള്ളവർ അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യണം. എല്ലാവരും ഒരുമിച്ച് മുട്ടുമടക്കി അവർ ദൈവത്തെ സ്തുതിച്ചു. പോയോരോ അവർ ഇതൊന്നും അറിഞ്ഞില്ല. ഇവരെ കൊന്നുകളയുമെന്നാണ് അവർ വിചാരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു നടന്ന സംഭവമാണ്, ഒരു കെട്ടുകഥയല്ലിത്. ഞാൻ വായിച്ചതാണ്. നിങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു സന്ദർഭം വന്നാൽ, വിശ്വാസത്തിൻ്റെ ഒരു പരീക്ഷണഘട്ടം വന്നാൽ നാം എത്ര പേര് നിൽക്കും? എന്ത് വന്നാലും ശരി, എൻ്റെ കർത്താവേ, ഞാൻ നിൻ്റെ കൂടെ നിൽക്കും, ഞാൻ നിൻ്റെ പക്ഷത്ത് നിൽക്കും, ആരെല്ലാം തള്ളി പറഞ്ഞാലും ഞാൻ നിൻ്റെ കൂടെ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു ഉറപ്പാണ് നമുക്ക് വേണ്ടത്, ഈ ഒരു ധൈര്യമാണ് നമുക്ക് വേണ്ടത്. അവിടെ ജയിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഉറപ്പ് വേണം, ജയിക്കാൻ സാധിക്കും. പലരും പറയും ഇതൊന്നും സാധിക്കില്ല, ഇതൊക്കെ കുറേ പേരൊക്കെ കുറേ ആളൊക്കെ കൊണ്ട് നടക്കും, ഇത് കുറേ ആൾ ഇത് പണ്ടില്ലേ, പണ്ട് ഗമാലിയേലിൻ്റെ കാലത്ത് ഗമാലിയേൽ പറഞ്ഞില്ലേ, ഈ ആലോചനയോ പ്രവൃത്തിയോ മനുഷ്യമൊന്നും ഒരിക്കലൊക്കെ നശിച്ചു പോകും, അല്ലാത്തതാണെങ്കിൽ നിലനിൽക്കും. നിലനിൽക്കും, നിങ്ങൾ നിന്നോട്ടെ, എനിക്കെന്നാ ചെയ്തം എന്ന് പറയുന്ന ആളുകളുണ്ട്. ശരിയാണ്, ഇത് ദൈവികമാണെങ്കിൽ നിലനിൽക്കുമെന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പോഴും ഉറപ്പില്ല അവർക്ക് ദൈവികമാണോ അല്ലയോ എന്ന്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ കേൾക്കൂ, ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഗൗരവമൊരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായിട്ടും നിങ്ങൾക്കൊരു സ്റ്റാൻഡ് വേണം. ഏത് സാഹചര്യം വന്നാലും ഞാൻ പാപത്തിൽ വീഴുകയില്ല. ആരും അറിയാത്തൊരു സ്ഥലത്തിനെ കൊണ്ടുപോയിട്ടാലും, ഏത് ദ്വീപിൽ കൊണ്ടുപോയിട്ടാലും ഒരു പാപത്തിന് സാഹചര്യം വന്നാൽ ഞാൻ വീഴുകയില്ല. ഒന്ന് ചിന്തിച്ച് നോക്കൂ, അത് നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പുണ്ടോ? പാപത്തിൻ്റെ സാഹചര്യം കൂട്ടായ്മക്കാരും കാണുന്നില്ല, ആരും ബന്ധപ്പെട്ടവർ സ്വന്തപ്പെട്ടവർ ആരും കാണുന്നില്ല, നാട്ടുകാരും കാണുന്നില്ല, അറിയുന്നവരാരുമില്ല. അങ്ങനെയൊരു സ്ഥലത്ത് ചെന്ന് പാപത്തിൻ്റെ സാഹചര്യം വന്നു, നിങ്ങൾ വീഴുമോ? ചിന്തിക്കൂ. നിങ്ങളോട് തന്നെ പറഞ്ഞാൽ മതി, ചിന്തിക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഉറപ്പ് കിട്ടുന്നെങ്കിൽ, ഇല്ല, എവിടെ കൊണ്ടുപോയിട്ടാലും ഒരു അണുപോലും തിന്മേനിൽ വരികയില്ല. സ്തോത്രം. പൈസയുടെ ഒരു ക്രമക്കേടിൽ വരികയില്ല. മദ്യത്തിൻ്റെ തുള്ളിയല്ല, കഞ്ചാവിൻ്റെ ഒരു ചെറിയ അംശം, കർത്താവേ, ഇനി അശുദ്ധമായ ശീലങ്ങൾ, കൊള്ളരുതായ്മകൾ ആരെല്ലാം എവിടെ കൊണ്ടുപോയി എന്നെ അകറ്റിയിട്ടാലും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. ഈ ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ആ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ദൈവത്തെ സേവിക്കാം, ദൈവത്തിന് സാക്ഷിയാകാം. ദൈവത്തിന് സ്തോത്രം. ജയിക്കാൻ സാധിക്കും, എനിക്ക് ജയിക്കാൻ പറ്റും. അവരെ അനാക്കിയ മല്ലന്മാരാണ്. പലരും ജയിക്കാൻ സാധ്യമല്ലെന്ന് പറയും, എനിക്ക് സാധിക്കില്ല എന്ന് പറയും. അയ്യോ, എനിക്ക് പാപത്തിന് മേൽ ജയമില്ല എന്ന് പറയും. ജയമില്ല എന്ന് പറയുന്നവരുടെ മധ്യത്തിൽ ജയമുണ്ട് എന്ന് സാക്ഷിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അതിനുവേണ്ടിയാണ് നമ്മെ വിളിച്ചത്. നിങ്ങളെന്ത് പറയുന്നു? നിങ്ങൾക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റുമോ? ജയം കിട്ടുന്നില്ല, എൻ്റെ സ്വഭാവം മാറുന്നില്ല, എൻ്റെ പ്രകൃതം മാറുന്നില്ല, എൻ്റെ ദുസ്വഭാവങ്ങൾ വിട്ടുപോയിട്ടില്ല, ഇന്നും അതെല്ലാം പിന്തുടരുന്നു. ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ന്യായാധിപന്മാരുടെ പുസ്തകം എടുക്കൂ. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം എടുക്കൂ. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നു, കൃത്യമായി പറയുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കൂ. 3-ാം അധ്യായം 1-ാം വാക്യം. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെ ഒക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാവിത്. ദൈവം ചിലരെ വയ്ക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. എന്തിനാണ്? ദൈവമക്കൾക്ക് യുദ്ധം അഭ്യാസം വേണം. സാഹചര്യം തരികയാണ്, ഉഴപ്പാനുള്ള സാഹചര്യം തരികയാണ്. ദൈവം അനുവദിക്കുകയാണ്. ഉഴപ്പാനുള്ള സാഹചര്യം, അശുദ്ധി പ്രവർത്തിക്കാനുള്ള സാഹചര്യം, തിന്മ പ്രവർത്തിക്കാനുള്ള കൂട്ടുകെട്ട് എല്ലാം പിശാച് ഒരുക്കിക്കൊണ്ടുവരും. ദൈവം അനുവദിക്കും. അതെന്താണ് ദൈവം അനുവദിക്കുന്നത്? അനുവദിക്കുന്ന കാര്യമുണ്ട്. നാം യുദ്ധത്തിന് കരുത്തുള്ളവരായിത്തീരണം, നാം ബലശാലികളായിത്തീരണം, യുദ്ധം ചെയ്ത് കൈക്കരുത്തുള്ളവരായിത്തീരണം. അതാണ് പറയുന്നത്. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാവിത്. ദൈവം വെച്ചിരുന്ന ജാതി. ദൈവം ചില ജാതികളെ വെച്ചിരിക്കുകയാണ്. നമുക്ക് പാപം ചെയ്യാനുള്ള ചില സാഹചര്യങ്ങൾ ഒരുങ്ങി കിട്ടിയെന്ന് വരും. അവിടെയാണ് നാം ജയിച്ച് നിൽക്കേണ്ടത്. അപ്പോൾ യുദ്ധാഭ്യാസം കിട്ടുകയാണ്. സാഹചര്യം വരുമ്പോൾ വീഴാതെ യുദ്ധാഭ്യാസം കിട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നാം പാപത്തിന് മേൽ ജയം നേടുന്നതൊക്കെ അനുഭവമായി കിട്ടുകയാണ്. ഇവിടെ അനേക യുവാക്കന്മാരിയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാപത്തിന് മേൽ ജയമില്ല, നിങ്ങൾ വലയുന്നില്ലേ? പാപത്തിന് മേൽ ജയമില്ല. എന്നാൽ നിങ്ങൾ വിശ്വസിക്കൂ,
പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് യുദ്ധാഭ്യാസം കിട്ടേണ്ടതിന്, നിങ്ങൾക്ക് മെയ്വഴക്കം കിട്ടേണ്ടതിന്, നിങ്ങൾക്ക് യുദ്ധത്തിനുള്ളതായി കരുത്ത് കിട്ടേണ്ടതിന് ദൈവം അനുവദിച്ചിരിക്കുകയാണ്. ചില ദുഷ്ടാത്മാക്കൾ നിങ്ങളെ വലയ്ക്കുന്നത് ദൈവം അനുവദിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് സന്തോഷിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നത്. തൊട്ട് മുമ്പുള്ള അധ്യായം എടുക്കാം, 2-ാം അധ്യായം 20-ാം വാക്യം വായിക്കാം. അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. ഈ ജാതി അവരുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം ലംഘിച്ച് എൻ്റെ വാക്ക് കേൾക്കായകയാൽ അവരുടെ പിതാക്കന്മാർ അനുസരിച്ച് നടന്ന യഹോവയുടെ വഴിയിൽ ഇവരും അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഇസ്രായേലിനെ പരീക്ഷിക്കേണ്ടതിന് ഞാനും യോശുവ മരിക്കുമ്പോൾ വിട്ടേച്ചു പോയ ജാതികളിൽ ഒന്നിനെയും ഇനി അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ യഹോവ ആ ജാതികളെ വേഗത്തിൽ നീക്കിക്കളയാതെയും യോശുവയുടെ കയ്യിൽ ഏൽപ്പിക്കാതെയും വെച്ചിരുന്നു. യോശുവയുടെ കാലത്ത് ആ ജാതികളെ വേണമെങ്കിൽ കൊല്ലാമായിരുന്നു, നശിപ്പിക്കാമായിരുന്നു. എതിർത്തു വരുന്ന ശത്രുക്കളെ, കുറേ മനുഷ്യരല്ലാതെ പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ അവർക്ക് ജയിക്കാമായിരുന്നു. എന്നാൽ ദൈവം അത് വീണ്ടും ആ സാഹചര്യങ്ങളോടെ തന്നെ വെച്ചു. എന്തിന്? അവരെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിന്. പുറപ്പാട് പുസ്തകം എടുക്കാം. പുറപ്പാട് പുസ്തകം 23-29 വായിക്കാം. പുറപ്പാട് 23-29. ദേശം ശൂന്യമാകാതെയും കാട്ടുമൃഗം നിനക്ക് ബാധയായി പെരുകാതെയും ഇരുപ്പാൻ ഞാൻ അവരെ ഒരു സംവത്സരത്തിനകത്ത് നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളകയില്ല. ദൈവത്തിന് സ്തോത്രം. ദേശം ശൂന്യമാകാതിരിക്കാൻ, കാട്ടുമൃഗങ്ങൾ പെരുകി ഉപദ്രവം വരാതിരിക്കാൻ, ചില ദുരാത്മാക്കൾ വന്ന് ഹിംസിക്കാതിരിക്കാൻ അതിനുവേണ്ടി ചിലരെ ദൈവം അനുവദിച്ചു വച്ചിരിക്കുകയാണ്. നല്ലത്. ചില പരീക്ഷണങ്ങൾ, ചില പ്രലോഭനങ്ങൾ, പാപത്തിലേക്കുള്ള വശീകരണങ്ങൾ വരുന്നു. തളരരുത്. ഇന്ന് പകൽക്കാലം നിങ്ങൾ വലിയൊരു തീരുമാനത്തിലേക്ക് വരിക. കർത്താവേ, ഏത് സാഹചര്യം വന്നാലും പാപത്തിൽ ഞാൻ വീഴുകയില്ല, ഞാൻ ജയിക്കും. കാരണം ഈ ദൈവം എന്നോട് കൂടെയുണ്ട്, യേശു എന്നോട് കൂടെയുണ്ട്. അവൻ്റെ രക്തത്തിൽ ജയമുണ്ട്. യേശു ക്രിസ്തുവിന് ജയമുള്ള സ്ലീബായിൽ ജയമുണ്ട്. യേശു ക്രിസ്തുവിന് തിരുരക്തത്തിൽ ജയമുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മുടെ തലകളെ നമുക്ക് ഉണക്കാം, കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നമുക്ക് ശാന്തമായി അല്പനേരം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളിന്ന് കൊടുക്കാം. വലിയ വ്യക്തമായൊരു തീരുമാനം നമുക്ക് എടുക്കാം. എൻ്റെ കർത്താവെ, ഞാൻ തോൽക്കുകയില്ല. ഇതുവരെയും ഞാൻ തോറ്റു. കർത്താവ്, ഇതുവരെയും തോൽവി എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. തോൽവി അടഞ്ഞവനാണ് ഞാൻ. കർത്താവെ, ജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ പിന്നെയും ഞാൻ തോറ്റു. കർത്താവെ, ഇനി ഞാൻ തോൽക്കുകയില്ല. കർത്താവെ, പാപത്തിൻ്റെ വശീകരണങ്ങൾ ഇനി എന്നെ ചതിക്കുകയില്ല. പൈശാചികൻ്റെ പ്രലോഭനങ്ങൾ ഇനി എന്നെ വീഴിക്കുകയില്ല. നാഥ, ഇന്ന് ഞാൻ നിന്നോടൊരു വാക്ക് പറയുന്നു. എൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി ഞാൻ പാപത്തെ ഉപേക്ഷിക്കുന്നു. എന്നേക്കുമായി കർത്താവെ, ഞാൻ ശത്രുവായി പൈശാചിനോട് യാത്ര പറയുന്നു. എന്നേക്കുമായി ദുഷ്ടപിശാചിനോട് ഞാൻ യാത്ര പറഞ്ഞ് യേശുവിനെ എൻ്റെ കർത്താവ് രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ കൂടി ഒഴുകിയ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവെ, തിരുരക്തത്താൽ എനിക്ക് ജയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, അവിടുത്തെ ജയമുള്ള സ്ലീബായാൽ ജയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, നാഥ, ഞാൻ പരീക്ഷകൾ അകപ്പെടുമ്പോൾ, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ രക്തം വന്ന് എന്നെ പൊതിയണമേ. ക്രിസ്തുവിൻ്റെ ജയമുള്ള സ്ലീബാ വന്ന് എൻ്റെ മേൽ സ്പർശിക്കണമേ. അങ്ങനെ എനിക്ക് അനുഗ്രഹവും ജയവും തരണമേ. പ്രാർത്ഥിക്കൂ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശുവിനോടൊരു വാക്ക് പറയൂ. കർത്താവേ, ഇന്നു മുതൽ ഞാൻ ജയാളിയായി നിൽക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്നു മുതൽ ഞാൻ ജയശാലിയായി നിൽക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അവനാൽ ഞാൻ പടക്കോട് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നീ എൻ്റെ ദൈവത്തെ കത്തിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സമർപ്പണമുള്ളവർ, അങ്ങനെ വ്യക്തമായി പാപത്തോട് പോരാടി നിൽക്കുമെന്ന്, ജയം നേടുമെന്ന് ഉറപ്പുള്ളവർ, ആരെല്ലാം പിന്മാറ്റുവാൻ ശ്രമിച്ചാലും ഞാൻ ജയിച്ചു നിൽക്കുമെന്ന് അതുപോലുള്ള ഉറപ്പ് നിങ്ങൾക്ക് ഹൃദയത്തിൽ കിട്ടുമെങ്കിൽ ഈ വാക്യം നിങ്ങൾക്ക് ഏറ്റുപറയാം. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നീ എൻ്റെ ദൈവത്തെ കത്തിക്കും. നീ എൻ്റെ ദൈവത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കോട് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം
മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചുവെങ്കിൽ, നിങ്ങൾ ഹൃദയം സമർപ്പിച്ചുവെങ്കിൽ, വാസ്തവമായി സമർപ്പണമാകുന്നുവെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്താം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ വാഴ്ത്താം, ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഉയർന്നിരിക്കുന്ന കൈകളെ അവിടുന്ന് പിടിക്കണമേ കർത്താവേ. ഈ കൈകളെ അവിടുന്ന് തൊടണമേ കർത്താവേ. തിരക്തം പുരട്ടണമേ കർത്താവേ. യേശുക്രിസ്തുവിന്റെ തിരുമാറിൽ നിന്നുള്ളതായി തിരക്തത്താൽ ഈ മക്കളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. രോഗബാധകളെ അകറ്റണമേ. പാപ പൈശാചിക ബന്ധനങ്ങളെ അഴിക്കണമേ നാഥ. കുടുംബ സമാധാനം നൽകണമേ. സ്വൈര്യമുള്ള കുടുംബജീവിതം നൽകണമേ. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ MY യോഹന്നാൻ പവർ വിഷൻ TV-യിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30-നും ഉച്ചയ്ക്ക് 1:30-നും രാത്രി 8:30-നും. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ MY യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 682311. ഫോൺ 9142303096.